നമസ്കാരം. ശബരിമലയിലെ മുഴുവൻ സ്വർണവും, അവിടെ സ്വർണമായിട്ട് എന്തുണ്ട്, ഉരുപ്പടികളായിട്ടും അതുപോലെ തന്നെ പ്രാചീന വിഗ്രഹങ്ങളായിട്ടും ഒക്കെയുള്ള സ്വർണങ്ങളും രത്നങ്ങളും ഒക്കെ തന്നെ അട്ടപടലം അടിച്ചുമാറ്റി കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലുള്ള സംഘം പദ്ധതിയിട്ടു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതൊന്നുമായില്ല. കട്ടളപ്പടി, വാതിൽപ്പടി ഒന്നും ആയില്ല. ദ്വാരപാലക ശില്പങ്ങൾ, പഞ്ചലോഹ വിഗ്രഹങ്ങൾ, രുദ്രാക്ഷമാല, അതുപോലെ തന്നെ അതുപോലെ മറ്റ് സ്വർണ്ണ ഉരുപ്പടികൾ എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ ഉത്തരവിട്ടു, ലക്ഷ്യമിട്ടു. അതനുസരിച്ച് പ്രത്യേക രീതിയിലുള്ള ചില മീറ്റിങ്ങുകളും ഒക്കെ കൂടി ബംഗളൂരുവിൽ വെച്ചായിരുന്നു ഈ ഒരു മീറ്റിംഗ് നടന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം വന്നതോടുകൂടി അതിനെ എങ്ങനെ മറികടക്കാം എന്ന് ചർച്ച ചെയ്യുന്നതിനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ബംഗളൂരുവിൽ ഒത്തുകൂടിയത്. ഈ സംഘത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എത്ര ഉന്നതരുണ്ടായിരുന്നു, CPM-ന്റെ പ്രതിനിധികളായി ഈ ചർച്ചയിൽ പങ്കെടുത്തത് ആരൊക്കെ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഉയർന്നു വരും. ഇത് ഒന്നുമായിട്ടില്ല. ഇതിപ്പോൾ ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഈ അന്വേഷണം പ്രഖ്യാപിച്ചില്ലായിരുന്നു, നടന്നില്ലായിരുന്നു എങ്കിൽ ശബരിമല ക്ഷേത്ര ശ്രീകോവിൽ പോലും വേണമെങ്കിൽ JCB കൊണ്ട് ഇളക്കിക്കൊണ്ട് ഇവന്മാർ കൊണ്ടുപോയേനെ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ശ്രീകോവിലിലെ ബാക്കിയുള്ള സ്വർണം കൂടി തട്ടിയെടുക്കാൻ പ്രതികൾ പദ്ധതിയിട്ടെന്നും ഹൈക്കോടതി മുമ്പാകെ വിഷയം വന്നപ്പോൾ 3 പേർ ചേർന്ന് ബംഗളൂരുവിൽ വെച്ച് ഗൂഢാലോചന നടത്തി. അതിൽ ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. കേസിൽ ഉൾപ്പെട്ടാൽ എന്തു ചെയ്യും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്ന് അവിടെ ബംഗളൂരുവിൽ നടന്ന ആ ഒരു യോഗത്തിൽ ചർച്ചയായത്. ദ്വാരപാലക ശില്പങ്ങളിലെയും 7 ഭാഗങ്ങൾ അടങ്ങുന്ന കട്ടിളപ്പാളികളിലെയും ശ്രീകോവിലിലെയും സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങളിൽ നിന്നടക്കം സ്വർണം കവരാൻ ഗൂഢാലോചന നടന്നു. കട്ടിളപ്പാളിയിൽ നിന്ന് 409 ഗ്രാം സ്വർണമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് വേർതിരിച്ച് എടുത്തത്. ഇതിനുശേഷം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ കയ്യിൽ സ്വർണമെത്തി എന്നാണ് SITയുടെ റിപ്പോർട്ടിൽ ഇപ്പോൾ സൂചനകൾ വരുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിയത്. തട്ടിപ്പ് ബോധ്യപ്പെട്ടതിന് പിന്നാലെയാണ് കോടതിയുടെ കർശന ഇടപെടൽ ഉണ്ടായത്. ഇതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘാംഗങ്ങളും ഒക്കെ ചേർന്ന് ബംഗളൂരുവിൽ വലിയ ഗൂഢാലോചനയും, കേസിൽ ഉൾപ്പെട്ടാൽ എന്ത് ചെയ്യും, എങ്ങനെ അതിനെ മറികടക്കും, എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല CPM-ലെ പല മുതിർന്ന ഉന്നത നേതാക്കളുമായിട്ടും ചില സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരുമായിട്ടും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിഷയം ചർച്ച ചെയ്തതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ദേവസ്വം ബോർഡിലെ ചില പ്രമുഖരും ഒക്കെ തന്നെ ഇതിൽ ഉൾപ്പെട്ടതായി, അതായത് നേരിട്ട് അല്ലെങ്കിലും ചർച്ചകൾ ചെയ്ത് ഇവർക്ക് വിഹിതം കൊടുത്താൽ മതിയല്ലോ, സാധനം മോഷ്ടിച്ച് വിറ്റ് അതിന്റെ ഒരു ഷെയർ കൊടുക്കുക, ഇതായിരുന്നു ഇവർ തമ്മിലുള്ള ഒരു ഡീല്. ആ ഡീൽ ഇവിടെ പല CPM നേതാക്കളും ഒക്കെ തന്നെ ഈ ഡീലിൽ പങ്കാളികളാണ് എന്നുള്ള ചില സൂചനകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. മൊത്തം സ്വർണവും ഊറ്റിക്കൊണ്ടുപോകാനാണ് പദ്ധതിയിട്ടത്. ആട്ടപടലം ഊറ്റിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടു. ഇതൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെയുള്ള ഗോവർദ്ധനും അങ്ങനെയുള്ള സ്വർണം വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിലുള്ള ഡീൽ മാത്രമല്ല. ഇതൊക്കെ ഉന്നത തലത്തിൽ ദേവസ്വം ബോർഡ്, സർക്കാർ, CPM തലത്തിലുള്ള വലിയ ഗൂഢാലോചന തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു സാധാരണ പൂജാരിയായി വന്ന വ്യക്തി വിചാരിച്ചാലൊന്നും ഇത്തരം കാര്യങ്ങൾ എടുത്തുകൊണ്ടുപോയി വേർതിരിച്ചെടുത്ത് മാറ്റി എടുത്തുകൊണ്ടു പോകാനൊന്നും അത്ര എളുപ്പം നടക്കില്ല എന്നുള്ള സാമാന്യ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? ബംഗളൂരുവിൽ നടന്ന നിഗൂഢമായ ചർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പങ്കെടുത്തത് ആരൊക്കെ തുടങ്ങിയ വിവരങ്ങൾ ഇനി തേടേണ്ടിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും എന്തോ ഭാഗ്യം കൊണ്ട് ഇത്രയും സ്വർണമേ പോയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീകോവിൽ പോലും, അയ്യപ്പ വിഗ്രഹം പോലും അവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള കാര്യത്തിലേക്കാണ് ഈ അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നത്. 2025 ഒക്ടോബർ മാസത്തിൽ കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും 10ാം പ്രതി പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ ഇവർ ബംഗളൂരുവിൽ ഒത്തുചേർന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നത്. ഇവർക്കൊപ്പം മറ്റ് ചിലരും ഉണ്ടായിരുന്നു എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. അപ്പം ഇത് വലിയ ഒരു ഗൂഢാലോചനയായിരുന്നു. കേസിൽപ്പെട്ടാൽ എങ്ങനെ ഊരിപ്പോരാം എന്നതിനെ കുറിച്ചായിരുന്നു അന്ന് ചർച്ച. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തു വന്നാലും ഊരിക്കൊടുക്കാം എന്ന് CPM പാർട്ടിയിലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില നേതാക്കളൊക്കെ തന്നെ വാക്ക് കൊടുത്തതായുള്ള മൊഴിയും SITക്ക് ലഭിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും മൊത്തം അടിച്ചു മാറ്റുന്നതിന് മുൻപ് എല്ലാവരെയും പൊക്കിയത് നന്നായി, ഇല്ലെങ്കിൽ ഒന്നും ബാക്കി കാണില്ലായിരുന്നു. ഇതിപ്പോ ശബരിമലയുടെ കാര്യം മാത്രമാണ്. മറ്റു പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ പല സംശയങ്ങളും ഉയരുന്നുണ്ട്. അവിടെയൊക്കെ എന്തൊക്കെ ആരൊക്കെ കൊണ്ടുപോയി എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്.
അത് ഉണ്ടാവുമോ എന്നറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം ബാക്കി കാര്യങ്ങൾ. ഗൂഢാലോചന, ബംഗളൂരുവിൽ മീറ്റിംഗ്, ചർച്ച, കേസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന ചർച്ച ഒക്കെയാണ് നടന്നത് ഏതായാലും.